വെൽക്കം ടു മാം ഓഫ് 3 കുക്കീസ്. ഇന്ന് ഷെയർ ചെയ്യുന്ന റെസിപ്പി വറുത്തരച്ച കടച്ചക്കത്തോരനാണ്. ആദ്യം ഒരു പാനിൽ കടച്ചക്ക അരിഞ്ഞത് വേവിച്ചെടുക്കാം. അതിനായി 3 കപ്പ് കടച്ചക്ക അരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 3/4 കപ്പ് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. നല്ല വിളഞ്ഞ കടച്ചക്കയാണെങ്കിൽ കുറച്ച് വെള്ളം മതിയാകും, അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകും. പിഞ്ചു കടച്ചക്കയ്ക്ക് കൂടുതൽ വെള്ളം വേകാൻ ആവശ്യമുണ്ട്. വെള്ളം അഡ്ജസ്റ്റ് ചെയ്തേ ഒഴിക്കാവൂ. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കുക. 2 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കണം. കടച്ചക്ക വേകുമ്പോഴത്തേക്ക് അരപ്പ് റെഡിയാക്കാം. അതിനായി ഒരു പാനിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 കപ്പ് തേങ്ങ ചിരകിയത്. തേങ്ങ പെട്ടെന്ന് കരിയാതെ ഇരിക്കാനാണ് എണ്ണ ഒഴിച്ചത്. ലോ മീഡിയം ഫ്ലെയിമിൽ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. തേങ്ങ ചിരകിയത് മിക്സിയിൽ 2 പൾസ് അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബ്രൗൺ കളർ ആകാനും ഒരുപോലെ മൂക്കാനും സഹായിക്കും. ഇതിലേക്ക് 6 ചെറിയ ഉള്ളി കൂടി ചേർക്കാം. തേങ്ങ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് ഗരം മസാല കൂട്ട് ചേർക്കാം. കൂട്ടില്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്താലും മതി. പൊടിയാണെങ്കിൽ മിക്സിയിൽ അരയ്ക്കുന്നതിന് മുമ്പേ ചേർക്കാവൂ. ഇവിടെ 2 ഗ്രാമ്പു, 1 ഏലയ്ക്ക, 1 ഇഞ്ച് കറുകപ്പട്ട, ജാതിക്കയുടെ 1/4 പീസിലും ചെറിയൊരു കഷ്ണം മതി. ജാതിക്ക അധികമായാൽ ജാതിക്കയുടെ രുചി മുന്നിൽ നിൽക്കും. 15-20 സെക്കൻഡ് ചൂടാക്കിയ ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം, 30 സെക്കൻഡ് പൊടികളുടെ പച്ച ചുവ മാറുന്നതുവരെ വഴറ്റുക. ഇത് നന്നായി തണുത്തതിനു ശേഷം മിക്സിയിൽ വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കുക. ഇതുപോലെ നന്നായി അരച്ചെടുക്കുക. കടച്ചക്ക വെന്തിട്ടുണ്ട്. വറുത്തരച്ച തേങ്ങ മസാല മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് കൂടി വേവിച്ച് വെള്ളം വറ്റിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം കടുക് താളിച്ചതിൽ ഇത് ചേർത്ത് കൊടുക്കാം. അതിനായി അതേ പാനിലോ മറ്റൊരു പാനിലോ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1/2 കപ്പ് തേങ്ങ അരിഞ്ഞത് ഓപ്ഷണലാണ്, ചേർത്ത് ഗോൾഡൻ കളർ ആകുന്നതുവരെ വഴറ്റുക. ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അതിനുശേഷം ഉള്ളി 2 ടേബിൾ സ്പൂൺ അരിഞ്ഞതും 3 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഉള്ളി ഗോൾഡൻ കളർ ആകുന്നതുവരെ വഴറ്റുക. ഉള്ളി ഗോൾഡൻ കളർ ആയതിനു ശേഷം 2 വറ്റൽമുളക് നടുവേ മുറിച്ചത് 7-8 സെക്കൻഡ് വഴറ്റുക. ഫ്ലെയിം ലോ മീഡിയത്തിലാണ്. അതിനുശേഷം വേവിച്ച കടച്ചക്ക ഇതിലേക്ക് ചേർത്ത് 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വഴറ്റുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. കടച്ചക്ക ഇളക്കുമ്പോൾ ഉടഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ടേസ്റ്റി വറുത്തരച്ച കടച്ചക്കത്തോരൻ റെഡിയായിട്ടുണ്ട്. സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വറുത്തരച്ച കടച്ചക്കത്തോരൻ എല്ലാവരും ട്രൈ ചെയ്യുക. റിസൾട്ട് കമൻറ്റിൽ അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.